മോർണിംഗ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ മകരസംക്രാന്തി എന്ന് വെച്ചാൽ മകരപ്പൊങ്കൽ എന്ന് പറയും. അതിൻ്റെ ഒരു വ്ളോഗ് ചെറുതായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ആക്ച്വലി കുറേ മാസങ്ങളായി. ആക്ച്വലി ലാസ്റ്റ് ഇട്ടത് നവരാത്രിയുടെ എന്തൊരു വ്ളോഗാണ്. അപ്പം ഞാൻ കരുതി ഈ വട്ടം വ്ളോഗ് ചെയ്യാം എന്ന് കരുതി. ആക്ച്വലി ഷൂട്ട് ചെയ്യണമെന്നുണ്ട്, പക്ഷെ ചിലപ്പം സമയം കിട്ടത്തില്ല, ചിലപ്പോൾ പകുതി വരെ ഷൂട്ട് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഈ വട്ടം ഓൾമോസ്റ്റ് എല്ലാം ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രാവിലെ എണീച്ച് കുളിച്ച് വിളക്കൊക്കെ വെച്ച് അങ്ങനെ പിന്നെ ഓരോ പണികളായിട്ട് ഇരിക്കുകയായിരുന്നു. ആക്ച്വലി ഒട്ടുമിക്ക ജോലി ചെയ്തതും അമ്മ, പിന്നെ കുറച്ച് ഞാനും ചെയ്തു. അങ്ങനെ പിന്നെ ദൈവങ്ങൾക്കൊക്കെ പൂവൊക്കെ ഇട്ട് പൂ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഇത് ട്യൂസ്ഡേ ആണ് ഈ പൊങ്കൽ. ഈ വീഡിയോ എന്നാ വരുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. മൺഡേ നൈറ്റ് തൊട്ട് നമ്മൾ പ്രിപ്പറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പം പൂ വെച്ച് ഫ്രൂട്ട്സൊക്കെ വെച്ച് പിന്നെ നമ്മൾ എപ്പോഴും പുറത്താണ് വെക്കാറ്. ഈ വട്ടം അകത്ത് വെച്ചു, കുറച്ച് സാഹചര്യം മൂലം. അങ്ങനെ പിന്നെ ഒക്കെ ചെയ്തു. അമ്മ വന്ന് വിളക്കൊക്കെ വെച്ച് പിന്നെ നമ്മൾ ബാക്കിലൊക്കെ അടുപ്പൊക്കെ ഉണ്ടാവുമല്ലോ, ഈ പഴയ വീട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ, അതുപോലെ അവിടെ വെച്ചായിരുന്നു ഞങ്ങൾ പൊങ്കലൊക്കെ ഇട്ടത്. അപ്പോൾ അതിന് മുന്നേ ഇങ്ങനെ വിളക്കൊക്കെ വെച്ച് ഇങ്ങനെ സാമ്പ്രാണിയൊക്കെ കൊടുത്ത് അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് താഴത്തെ വിളക്കും കൂടെ വെച്ച്. ആക്ച്വലി എപ്പോഴും എണീക്കാറൊന്നുമില്ല, എല്ലാ വർഷവും എണീക്കാറൊന്നുമില്ല. ഈ വർഷം ഞാൻ വെച്ച് അമ്മേനെ ഹെൽപ്പ് ചെയ്യാം, കൂടെ ഇരുന്ന് ചെയ്യാമെന്ന് കരുതി. അങ്ങനെ പിന്നെ വിളക്കൊക്കെ വെച്ചിട്ട് ബാക്കിലാണ് ഈ അടുപ്പുള്ളത്. അങ്ങനെ ബാക്കിൽ പോയി നമ്മൾ കലമൊക്കെ വെച്ച് അതിന് തീ ഇങ്ങനെ അതിന് വേണ്ടി നമ്മൾ ഇതുണ്ടല്ലോ, കൊതുമ്പ്, ഉണങ്ങിയ ഓല ഒക്കെ നമ്മൾ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കും. അമ്മ സൂക്ഷിച്ച് വെക്കും. അങ്ങനെ പിന്നെ അതൊക്കെ വെച്ച് നമ്മൾ പാല് പൊങ്ങി അതിന് ശേഷം നമ്മൾ അരിയൊക്കെ ഇട്ട്. ഇതിലൊരു തെറ്റ് പറ്റിയ എന്താണെന്ന് വെച്ചാൽ, ഇത് കഴിഞ്ഞിട്ട് ശർക്കരയൊക്കെ ഞാൻ പൊടിച്ച് ഏലക്ക ചുക്കൊക്കെ ചെയ്തിട്ട് ഞാൻ എന്തെന്നറിയോ, ഇതൊക്കെ ഇട്ടിട്ട് ഇടുന്ന സമയമാകുമ്പോൾ വിളിക്കണമെന്ന് അമ്മേനോട് പറഞ്ഞു. അമ്മയാണെങ്കിൽ എന്നെ വിളിച്ചില്ല. ആക്ച്വലി അതൊന്നും ഞാൻ എടുത്തിട്ടില്ല ഇതിനകത്തോട്ട്. പക്ഷേ മാക്സിമം ഞാൻ എല്ലാം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ വിചാരിച്ചില്ല ഇത്രയ്ക്കും ഷൂട്ട് ചെയ്യുന്നു. എന്ന് വെച്ചാൽ ഫുൾ ഡേ ആയിട്ടൊന്നുമില്ല, ഒരു ബ്രേക്ക്ഫാസ്റ്റ് വരെയുള്ള എല്ലാ കാര്യങ്ങളും. അങ്ങനെ ചുക്കും ഏലക്ക ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടെ അങ്ങ് പോയിരുന്നത്. പിന്നെ അതിന് ശേഷം ഇത് ഇടുന്നൊന്നും ഇട്ടില്ല. ആക്ച്വലി ഇതെല്ലാം മിക്സ് ചെയ്ത് തേങ്ങയൊക്കെ ഇട്ട് അപ്പോഴത്തേക്ക് തന്നെ ഓൾറെഡി എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 6 മണിയായി. അപ്പം ഇത് രാവിലത്തെ ഒരു വ്യൂ ആണ്. പിന്നെ അതിന് ശേഷം നമ്മൾ ഈ പായസം കൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് അതിന് പൂജ കൊടുക്കും. അപ്പം അതൊക്കെ തന്നെയായിരുന്നു ഇന്നൊക്കെ. അപ്പം നിങ്ങളൊക്കെ വീട്ടിലുണ്ടായിരുന്നോ, എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ പറയണമല്ലോ, അടിപൊളി പായസമായിരുന്നു. ഞാൻ കുറേ കഴിച്ചു. അതിൻ്റെ ഷോട്ടുണ്ട്, പേരും പിറകെ വരുന്നുണ്ട്. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ ഒരു പൂജയുടെ ഒരു ഭാഗം. അങ്ങനെ അതൊക്കെ ചെയ്ത്. ആക്ച്വലി ഇതൊക്കെ എനിക്ക് വിശദീകരിക്കാൻ എനിക്കറിഞ്ഞൂടാ. ഇങ്ങനെയൊക്കെ എപ്പോഴും ചെയ്യും, അമ്മ ചെയ്തു. അങ്ങനെ പിന്നെ ദിസ് ഈസ് ദ ടൈം ഫോർ ടേസ്റ്റിംഗ് ദ പായസം. അങ്ങനെ ഇത് ടേസ്റ്റ് ചെയ്തു, അടിപൊളിയായിരുന്നു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി ഉണ്ടായിരുന്നു, വട ഉണ്ടായിരുന്നു, ചമ്മന്തി ഉണ്ടായിരുന്നു, പായസം ഉണ്ടായിരുന്നു. അങ്ങനെ അതും അടിപൊളിയാക്കി കഴിച്ചു. അപ്പം ഇത്രയേ ഉള്ളൂ. ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ എടുക്കാൻ